ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ഒരു ഗ്രാമമായ വട്ടവടയിലേക്കാണ്. മലകളാലും കുന്നുകളാലും നിറഞ്ഞ ഇടുക്കി ജില്ലയിലെ എല്ലാവരെയും ആകർഷിക്കുന്ന മൂന്നാറിന് സമീപത്തായിട്ടാണ് ഈ വട്ടവട സ്ഥിതി ചെയ്യുന്നത്. ഈ ഗ്രാമത്തിലൂടെയുള്ളൊരു കാഴ്ചകൾ വളരെ ഭംഗിയുള്ളതാണ്. നമുക്കറിയാവുന്നതാണ് വട്ടവടയിൽ എന്താണുള്ളതെന്ന്. എല്ലാവർക്കും ഒരുപാട് ചോദിക്കുന്നൊരു കാര്യമാണ് വട്ടവടയിൽ എന്താണ് കാണാനുള്ളതെന്ന്. തട്ടുതട്ടായിട്ടുള്ള കൃഷി രീതികളും പ്രകൃതി ഭംഗിയും കൊണ്ട് നിറഞ്ഞതാണ് ഈ വട്ടവട. അപ്പോൾ ഇനി ഞങ്ങൾ ഫാമിലിയായിട്ടാണ് വട്ടവടയിലേക്ക് യാത്ര ചെയ്യുന്നത്. പാമ്പാടും ചോല നാഷണൽ പാർക്കിലൂടെ വേണം നമുക്ക് ഈ വട്ടവടയിലേക്ക് എത്തിച്ചേരാനായിട്ട്. അതുകൊണ്ട് തന്നെ പോകുന്നവർ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ പോകുന്ന ടൈം. 6 മണിക്ക് ശേഷമാണെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യുന്ന വണ്ടികൾ മാത്രമേ ചെക്ക് പോസ്റ്റിലൂടെ കടത്തിവിടുകയുള്ളൂ. ഫോറസ്റ്റിനുള്ളിലൂടെ പോകുന്നത് കൊണ്ട് തന്നെ അവർ പറയാറുണ്ട് അതിനിടയിൽ വണ്ടി നിർത്തുകയോ ഫോട്ടോസ് എടുക്കുകയോ ചെയ്യരുതെന്ന്. അതുകൊണ്ടിട്ട് പോകുന്ന ടൈം പ്രത്യേകം ശ്രദ്ധിക്കുക. മൂന്നാറിലെ എല്ലാ സ്ഥലങ്ങളും കറങ്ങിയതിന് ശേഷം വട്ടവടയിലേക്ക് പോകാനിരിക്കുവാണെങ്കിൽ തിരിച്ചു വരുന്നവർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടും. അവിടെ സ്റ്റേ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ടൈമിന് വേണമെങ്കിലും അങ്ങോട്ട് പ്രവേശിക്കാവുന്നതാണ്. മൂന്നാറിൽ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായ ടോപ്പ് സ്റ്റേഷൻ അടുത്തുകൂടെയാണ് നമുക്ക് ഈ വട്ടവടയിലേക്ക് വരേണ്ടത്. പ്രകൃതി ഭംഗിയാൽ നിറഞ്ഞ അതിമനോഹരമായ കുന്നുകളും മലഞ്ചെരിവുകളുമുള്ള അടിപൊളി സ്ഥലമാണിത്. ഇവിടേക്ക് ഞങ്ങൾ എത്തിയ ടൈമെന്ന് പറയുന്നത് ഒരു 5 മണിയോളം അടുത്ത്. അപ്പോൾ തന്നെ ഞങ്ങൾ ഏകദേശം ടയേർഡായി കഴിഞ്ഞിരുന്നു. എത്രയും പെട്ടെന്ന് നമ്മളെടുത്തിരിക്കുന്ന ഹോം സ്റ്റേയിലെത്തി ഒന്ന് ഫ്രഷ് ആവുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ തന്നെ ചിന്ത. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതുവഴിയുള്ള ഒരുപാട് കാഴ്ചകളൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഹോം സ്റ്റേയിലേക്ക് എത്തുകയാണ് ചെയ്തത്. അവിടെ ഫ്രഷായി രാത്രി തന്നെ 8:30 ഞങ്ങൾക്ക് അവർ ക്യാമ്പ് ഫയറിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും റെഡിയാക്കി തന്ന്. ഞങ്ങൾ ഹോം സ്റ്റേ കിച്ചനോട് കൂടിയുള്ളത് എടുത്തത് കൊണ്ട് തന്നെ ഫുഡ് ഞങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ചിക്കനൊക്കെ വാങ്ങി ഞങ്ങൾ അവിടെ പോയത് കൊണ്ട് തന്നെ ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി കഴിച്ചു. അപ്പം അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ വട്ടവടയിലെ ക്ലൈമറ്റാണ്. ഞങ്ങൾ ഇത്തവണ ചെന്നപ്പോഴത്തേക്കും നല്ല തണുപ്പാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. സാധാരണ മൂന്നാറിൽ സ്റ്റേ ചെയ്യുമ്പോൾ കിട്ടുന്നതിലും ഭയങ്കര തണുപ്പായിപ്പോയി നമുക്ക് വട്ടവടയിൽ അനുഭവപ്പെട്ടത്. വട്ടവടയിലെ തണുപ്പിനെ അതിജീവിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസത്തോടു കൂടെ പോയാലും ഈ ഒരു തീയുടെ ഫ്രണ്ടിലല്ലാതെ നമുക്കൊന്ന് ശരീരം കോച്ചി പിടിക്കാതെ നിൽക്കാൻ കഴിയില്ല. അത്രയ്ക്ക് തണുപ്പാണ്. അവർ ക്യാമ്പ് ഫയറിന് തന്ന കമ്പും കാര്യങ്ങളും കത്തി തീർന്നിട്ട് നമ്മൾ അവിടുന്ന് ഇവിടുന്ന് ഓടിച്ചുകൊണ്ട് വന്ന് പിന്നെയും കത്തിച്ചാണ് നമ്മൾ അതിൻ്റെ ചുവട്ടിൽ നിന്നത്. പിന്നെ ഫുഡ് കഴിക്കാനും ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു. കാര്യം നമുക്കതല്ലാതെ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ ഒരുങ്ങി ഒരു ഫാമിലേക്ക് പോവുകയാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ട്രെക്കിങ്ങിന് പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നു. 2000 രൂപയാണ് ഈ ട്രെക്കിങ്ങിനായിട്ടുള്ളത്. അപ്പോൾ ആ ജീപ്പിൽ ആ ചേട്ടൻ തന്നെയാണ് നമ്മൾ ഈ ഫാമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പച്ചക്കറി ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്നതിനാലാണ് നമ്മൾ വട്ടവടയെ കേരളത്തിൻ്റെ വിപണി എന്നറിയപ്പെടുന്നത്. അതിനാൽ തന്നെ ഇവിടുത്തെ പ്രധാന അവരുടെ വരുമാന മാർഗം എന്ന് പറയുന്നത് ഈ കൃഷി തന്നെയാണ്. ഓരോ ഫാമിലും വ്യത്യസ്തങ്ങളായ പല പല കൃഷികളാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ചേട്ടൻ നമ്മളെ ഇവിടെ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു ഫാമിലേക്കാണ്. ഇവിടെ ഓരോ ഡ്രൈവേഴ്സിനും കമ്മീഷൻ കിട്ടുന്നതിനനുസരിച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫാമുകളിലോട്ടാക്കും. അങ്ങനെയാണ് നമ്മൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഇത് ക്യാബേജാണ്. അതിപ്പോൾ ഏകദേശം ആയിക്കിടക്കുവാണ്. നമുക്ക് വേണമെന്ന് പറയുവാണെങ്കിൽ അവർ ഇവിടുന്ന് തന്നെ നമുക്ക് പറിച്ച് തൂക്കി തരുന്നതാണ്. അപ്പോൾ ആവശ്യക്കാർക്ക് പച്ചക്കറികൾ ആയിക്കിടക്കുന്നത് ഇവിടുന്ന് തന്നെ വാങ്ങി പോകാവുന്നതാണ്. നമുക്ക് ഫ്രഷായിട്ട് ക്യാരറ്റ് പറിച്ച് കഴിക്കാം. അപ്പം അതും ഏകദേശം ആയിക്കിടക്കുകയാണ്. അപ്പോൾ കുട്ടികളെല്ലാം ചേർന്ന് അവരുടെ ഒരു ഇഷ്ടമാണല്ലോ ഇതൊക്കെ ഇങ്ങനെ പറിച്ചെടുത്ത് കഴിക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ നമ്മളത് പറിച്ചെടുത്ത് ക്യാരറ്റ് ഏകദേശം ആയിക്കിടക്കുവാണ്. നമ്മൾ പറിച്ച് നമുക്ക് കഴിക്കാം. പിന്നെ നമ്മൾ അതിന് ശേഷം അവിടെ കണ്ടത്
സ്ട്രോബെറിയാണ്. പക്ഷേ സ്ട്രോബെറിയുടെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് അറിയണത് സ്ട്രോബെറി ഒന്നും നമുക്കിപ്പോൾ കഴിക്കാൻ പാകത്തിന് അവിടെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇവിടേക്ക് വന്നപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് സ്ട്രോബെറി വാങ്ങിക്കണം, കഴിക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ അത് ഞങ്ങളെ നിരാശപ്പെടുത്തി. കാര്യം ഞങ്ങൾക്ക് ഇവിടുന്ന് സ്ട്രോബെറി ഒന്നും കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. എല്ലാം പച്ചയായിട്ടാണ് കിടക്കണത്. അപ്പോൾ ഒരു ഫെബ്രുവരിയോട് കൂടിയൊക്കെ എത്തുവാണെങ്കിൽ ഇതെല്ലാം ആയിട്ടുണ്ടാവും. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആ ചേട്ടൻ അവിടെ നിന്നൊക്കെ ഓരോ സ്ട്രോബെറി പറിച്ചു കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ചെയ്തത്. കളറില്ലെങ്കിൽ പോലും അതിനൊരു മധുരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിള്ളേർ അത് കഴിച്ച് തൃപ്തിയായി എന്നേ പറയാൻ പറ്റൂ. പക്ഷേ വാങ്ങിയിട്ട് പോലൊന്നും നമുക്ക് കഴിഞ്ഞില്ല. പിന്നെയും പിള്ളേരുടെ ആ ഒരു ഇത് കണ്ടിട്ടായിരിക്കും ആ ചേട്ടൻ അവിടെയൊക്കെ തപ്പി നടന്ന് എവിടുന്നെങ്കിലുമൊക്കെ ഓരോന്ന് കണ്ടുപിടിക്കും. എന്നാലും നമ്മൾ ആഗ്രഹിച്ചതുപോലെ കൈ നിറയെ സ്ട്രോബെറി ആയിട്ട് പോവുക അതൊന്നും നടന്നില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് വാങ്ങിച്ചത് നമുക്ക് സ്ട്രോബെറി ഫ്രഷായിട്ട് കിട്ടിയില്ല. പകരം നമ്മൾ സ്ട്രോബെറിയുടെ ഒരു ജാമും വൈനും വാങ്ങി പോവുകയാണ് ചെയ്തത്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് എത്തുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത് 2 രീതിയിലുള്ള വിലപേശൽ ഇവിടെ നടക്കും. അതായത് ജീപ്പിൽ വരുന്നവർക്കുള്ളത് ഒരു റേറ്റ്, നമ്മൾ ഇൻഡിവിജ്വലായി നമ്മളുടെ വണ്ടിയിലാണ് വന്നെങ്കിൽ വേറൊരു റേറ്റ്. കാര്യം ജീപ്പിൽ വരുന്നവർക്ക് ആ ജീപ്പ് ഡ്രൈവറിന് കമ്മീഷൻ കൊടുക്കേണ്ടത് കൊണ്ട് തന്നെ അവർ നമ്മളോട് ഇതിൻ്റെ റേറ്റ് കൂട്ടി ചോദിക്കും. അപ്പം നമ്മളെത്തിയത് എങ്ങനെയാണെന്നുള്ളൊരു കാര്യത്തിൽ ആ ചേട്ടന് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് വൈൻ 250 രൂപയ്ക്കും ജാമ് 100 രൂപയ്ക്കും കിട്ടി. പിന്നെ നമ്മൾ അടുത്തതായിട്ട് മറ്റൊരു സ്പോട്ടിലോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഇങ്ങനത്തെ കാഴ്ചകൾ കാണാം. നമുക്ക് ഈ പോകുന്ന വഴിയെല്ലാം വളരെ മോശമാണ്. അപ്പം ട്രെക്കിംഗ് എടുത്ത് പോകുന്നതാണ് കുറച്ചുകൂടിയൊക്കെ നല്ലത്. അപ്പം ഇവിടെ ഇങ്ങനെ പോകുന്ന ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്പോട്ടുകളുണ്ട്. ആ വ്യൂ പോയിൻറ്റിൽ നിന്ന് നമുക്ക് താഴത്തോട്ടുള്ള കാഴ്ചകൾ കാണാം. അല്ലാതെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്തരം മലയും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം കുറേ സ്പോട്ടുകളുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല. ഇത്തരം കാഴ്ചകൾ കണ്ട് കണ്ട് നമുക്ക് പോകാൻ കഴിയും. അങ്ങനെ നമ്മൾ ആദ്യത്തെ വ്യൂ പോയിൻറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് തട്ട് തട്ടായിട്ടുള്ള കൃഷി രീതികൾ പലതും കാണാൻ കഴിയും. പിന്നെ അങ്ങ് ദൂരത്തായിട്ട് കുറച്ച് വീടുകൾ കൂടി നിൽക്കുന്ന ഒരു ഏരിയ കാണിച്ചിട്ട് നമ്മുടെ ചേട്ടൻ നമ്മളോട് പറഞ്ഞത് അതാണ് അഭിമന്യുവിൻ്റെ കോളനി എന്നാണ്. അവിടേക്ക് പക്ഷേ നമുക്ക് ഈ ട്രെക്കിങ്ങിനെടുത്ത് ഈ ഒരു ട്രെക്കിംഗ് പാക്കേജിൽ അങ്ങോട്ട് പോകാനൊന്നും കഴിയില്ല. സെപ്പറേറ്റ് നമുക്ക് അങ്ങോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോകാൻ പറ്റും. അപ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ അവിടെ നിന്ന് തന്നെ ആ കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇപ്പം പോകുന്ന വഴിക്ക് റോഡെല്ലാം വളരെ മോശമായിട്ടാണ് കിടക്കുന്നത്. അപ്പം ആ ചേട്ടൻ പറയണത് ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവിടേക്കുള്ള ഒരു ജീപ്പ് സവാരി കിട്ടുന്നതിൻ്റെ മെയിൻ റീസണും ഈ റോഡ് ഈ അവസ്ഥയിൽ കിടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതാരും എടുത്ത് മുൻകൈ എടുത്ത് റെഡിയാക്കില്ല. അങ്ങനെ റെഡിയാക്കുവാണെങ്കിൽ അവരവരുടെ വാഹനങ്ങളിലല്ലേ പോവുകയുള്ളൂ. ഈ കാണുന്ന മലകളുടെ മുകളിലായിട്ട് കുറച്ച് ട്രൈബ്സൊക്കെ താമസിക്കുന്നുണ്ട്. അപ്പം അവർ കൂടുതൽ ആശ്രയിക്കുന്നത് ഈ മലയുടെ അപ്പുറത്തുള്ള ഗ്രാമമായ കാന്തല്ലൂർ, മറയൂർ സ്ഥലങ്ങളിലേക്കാണ്. അപ്പം അവിടെയുള്ളവർക്ക് ഇവിടേക്ക് എത്തിച്ചേരുന്നതിലും കൂടുതൽ എളുപ്പത്തിൽ അവിടേക്ക് പോകാൻ കഴിയുമെന്നാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ നമുക്ക് പറഞ്ഞു തന്നത്. കുറച്ച് ദൂരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ചിലന്തിയാർ ഡാമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ചിലന്തിയാർ ഡാമിൽ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ ഡാമിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. അവിടെ ചെക്ക് ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുവാണ്. അതിനാൽ നമുക്ക് ജസ്റ്റ് അതിൻ്റെ അടുത്ത സ്ഥലങ്ങളൊക്കെ കാണാൻ കഴിയുള്ളതെന്നാണ് ചേട്ടൻ പറഞ്ഞത്. പിന്നെ ഈ ചിലന്തിയാർ ഡാമിൽ വരുന്നത് പ്രധാനമായിട്ടും ചിലന്തിയാർ കേവ് കാണാനും കൂടെയാണ്. ഇപ്പം മഞ്ഞുമൽ ബോയ്സിന് ശേഷം എല്ലാവർക്കും കേവെന്ന് കേൾക്കുമ്പോൾ ഗുണ കേവും കാര്യങ്ങളും ഓർമ്മ വരും. ഏകദേശം അതിൻ്റെ ഒരു മിനി കേവ്, ഒരു കുട്ടി കേവ്. ആ കേവിലേക്ക് കയറുന്നവർക്ക് ഫീൽ ചെയ്യാൻ പറ്റും ആ ഒരവസ്ഥ.
അങ്ങനെ ഒരു ഇത്. അപ്പോൾ ഇത് ആ ഒരു കേവ് ഒന്ന് കയറി ഇറങ്ങാനും ആൾക്കാർ ഇവിടേക്ക് വരാറുണ്ട്. ഇത് നമ്മുടെ സ്വന്തം വാഹനത്തിൽ വരാൻ കഴിയില്ല, ജീപ്പ് ട്രക്കിങ്ങിന് മാത്രമേ വരാൻ പറ്റൂ. ഇവിടേക്ക് മാത്രമായിട്ടും ട്രക്കിംഗ് എടുത്ത് വരാം. 1500 രൂപയാണ് റേറ്റ്. അതിൻ്റെ കൂടെ ഒരു 500 രൂപയും കൂടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 2000 രൂപയ്ക്ക് കുറച്ച് കൂടുതൽ സ്ഥലങ്ങൾ കാണാൻ കഴിയും. അങ്ങനെ ഞങ്ങൾ കയ്യിൽ വെള്ളം തീർന്നത് കൊണ്ടിട്ട് ഞങ്ങൾക്ക് വെള്ളം എടുക്കേണ്ടത് കൊണ്ട് ചേട്ടൻ പറഞ്ഞ് ശരി ഡാമിൻ്റെ അടുത്തായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് ശുദ്ധജലം എടുക്കാം, അങ്ങനെ കൊണ്ടുപോകാം. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ആ ഡാമിൻ്റെ അടുത്തേക്ക് പോയത്. ചെക്ക് ഡാം എന്ന് പറയുന്നത് വട്ടവടയിൽ കുടിവെള്ളം എത്താത്ത കുറേ ഏരിയകളുണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ അവിടേക്കെല്ലാം കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനായിട്ട് ഈ ഡാമിലൂടെ കഴിയുമെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഡ്രൈവർ ചേട്ടൻ പൊളിയാണ് ചേട്ടാ. ആ ചേട്ടൻ അങ്ങനെ ധൃതി വെച്ച് ഫാസ്റ്റായിട്ടൊന്നും പോലെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മളെയും കൊണ്ട് പോകുന്നൊരു ഡ്രൈവർ. അല്ലാതെ ആ ചേട്ടൻ്റെ ഇഷ്ടത്തിന് നമ്മളല്ല പോകുന്നത്. ചിലപ്പോഴൊക്കെ ട്രെക്കിങ്ങിന് എടുക്കുവാണെങ്കിൽ അവരൊരു സ്ഥലത്ത് കൊണ്ടുപോകണം, ജസ്റ്റ് കാണിക്കുന്നു, വേഗം കയറി പറയണം, അടുത്ത സ്പോട്ടിൽ പോകുന്നു. പക്ഷേ ഇതങ്ങനെ അല്ലായിരുന്നു. നമുക്ക് എല്ലാം പറഞ്ഞു തന്ന് നമ്മുടെ കൂടെ നിൽക്കുന്നൊരു ചേട്ടനെയാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഈ ഡാമും കാര്യങ്ങളും ഒക്കെ കണ്ട് ഇതിനടുത്താണ് ആ കേവിൻ്റെ വീഡിയോ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നില്ല. കാര്യം അത് കുറച്ച് കൂടുതലുണ്ട്. അപ്പം അതുകൂടെ ഞാൻ ഇതിലോട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ നല്ല ലെങ്തി ആയിപ്പോൾ, അത് കാണുന്നവർക്കും ബുദ്ധിമുട്ടാവും. അപ്പം ഞാൻ ചിലന്തിയാർ കേവ് എന്നുള്ളത് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം അതിലാണ് ഞാനത് കാണിക്കാമെന്ന് വെച്ചത്. ഇപ്പോൾ ഡാം മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. ട്രെക്കിംഗ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പൊടിയുടെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രെക്കിങ്ങിന് പോരുന്നതിന് മുന്നായിട്ട് മാസ്ക് കരുതുന്നത് വളരെ നല്ലതാണ്. കാര്യം പൊടി എന്ന് പറയണത് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തെ ലെവലിലുള്ളൊരു പൊടിയാണ്. ഒരു വണ്ടി മുന്നേ പോവുകയോ നമ്മുടെ പുറകെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥലം പിന്നെ കാണാൻ പറ്റില്ല. അത്രയ്ക്ക് പൊടിയാണ്. നമ്മളുടെ ശരീരം മുഴുവനും പൊടി കയറിയാണ് നമ്മൾ പോണേ. അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി ജസ്റ്റ് ട്രെക്കിങ്ങിന് പോരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ചെന്നതിന് ശേഷം മാത്രം കുളിച്ച് ഫ്രഷ് ആവുക. കാര്യം നമ്മൾ പൊടിയിൽ കുളിച്ചായിരിക്കും നമ്മൾ തിരിച്ചു പോകുക. ഞങ്ങൾ പോയപ്പോൾ അനുഭവപ്പെട്ട ഞങ്ങളുടെ ഹെയറിൻ്റെയൊക്കെ കളറേ മാറി. മുടിക്കൊക്കെ ഏകദേശം ഈ പൊടി പിടിച്ചിട്ട് ഏതാണ്ടും നരച്ചവരുടെ മുടിയിരിക്കുന്ന ഒരവസ്ഥയിലോട്ട് എത്തി. നോക്ക്, ആ പൊടി തെറിക്കണം. ആ മുമ്പേ പോകുന്ന വണ്ടിയുടെ പൊടിയാണ് നമ്മളിലോട്ട് വരുന്നത്. നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ നിന്ന് പൊടി നമ്മൾക്ക് കയറുന്നുണ്ട്. ഇതെല്ലാ ജീപ്പിലും ഉള്ളതാണ്, ഒരു ജീപ്പിൽ മാത്രമല്ല. അപ്പോൾ ട്രെക്കിങ്ങിന് പോണവർ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. കുട്ടികൾക്കൊക്കെ നിർബന്ധമായിട്ട് മാസ്ക് വയ്ക്കണം. പിന്നെ അങ്ങനെ നമ്മളെത്തിയ മറ്റൊരു വ്യൂ പോയിൻ്റാണിത്. ഇത് ഏറ്റവും ടോപ്പിലുള്ളൊരു വ്യൂ പോയിൻ്റ്. നമ്മൾ അത്രയും ഹൈറ്റിൽ നിന്നാണ് ഈ താഴോട്ട് കാണുന്നത്. അപ്പം രാത്രിയിൽ ഞങ്ങൾ ആ താഴെയാണ് സ്റ്റേ ചെയ്തത്. ഇവിടെ മുകളിലും സ്റ്റേകളൊക്കെ ഉണ്ട്. അപ്പം ടെൻറ്റ് ഹൗസുകളും മഡ് ഹൗസുകളൊക്കെ ഉണ്ട്. അപ്പം അവിടുത്തെ വെട്ടമൊക്കെ നമുക്ക് രാത്രി ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങ് ദൂരെ കാണാൻ കഴിയുമായിരുന്നു. പക്ഷെ അതിപ്പോഴാണ് നമ്മൾ അടുത്ത് പോയി നിന്ന് നമ്മൾ കണ്ടത്. ഇവിടെയൊക്കെ നമുക്ക് എത്തിപ്പെടണമെങ്കിൽ നമ്മുടെ വണ്ടി തന്നെ വേണം. കാര്യം വണ്ടിയുടെ അടിതട്ടുന്ന ഒരുപാട് ഏരിയ ഉണ്ടെന്നാണ് നമ്മുടെ ജീപ്പ് ചേട്ടൻ പറഞ്ഞത്. പിന്നെ ഇവിടുത്തെയൊക്കെ മഡ് ഹൗസിലും ടെൻറ്റുകളിലൊക്കെ താമസിക്കാൻ വരുന്നവർക്ക് കുറഞ്ഞ റേറ്റിൽ കിട്ടുമെങ്കിൽ പോലും ഒരു ജീപ്പിൻ്റെ ഹെൽപ്പോടുകൂടി ഇവിടെ എത്താൻ പറ്റും. അപ്പോൾ ജീപ്പിനുള്ള ചാർജും ഇവിടുത്തെ ടെൻറ്റിനുള്ള ഇതും ഫുഡും ഒക്കെ കൂടെ ആകുമ്പോൾ ഒരു എമൗണ്ട് ആകും. അപ്പം എടുക്കുന്നവർ നമ്മൾ താമസിക്കുന്ന ഏരിയ എവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ വരാൻ ശ്രമിക്കണം. എവിടെയെങ്കിലും എടുത്തിട്ട് എത്തിപ്പെടാൻ പറ്റാതെ നിൽക്കരുത്. വ്യക്തമായൊരു ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. അപ്പം മുകളിലായിട്ടാണെങ്കിൽ കുറേ ഹോം സ്റ്റേകളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. പൂൾ വില്ലകളുണ്ട്. അപ്പം ഇതെല്ലാം നോക്കി എടുക്കുക. പക്ഷെ നമുക്ക് പോകേണ്ട റൂട്ട് വ്യക്തത ഉണ്ടായിരിക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ അബദ്ധം പറ്റിയിരിക്കും. മിക്ക കൃഷിയിടങ്ങളിലും നമ്മുടെ ഇവിടുത്തെ പോലെ ട്രാക്ടർ ഉപയോഗിച്ചൊന്നും അല്ല കൂടുതലും ചെയ്യുന്നത്. ഇവിടെ കൂടുതലും നമ്മുടെ നില ഉഴുത് എടുക്കുവാണ്. കലപ്പ ഉപയോഗിച്ച് നില ഉഴുന്നുള്ള രീതിക്ക് അങ്ങനെയൊക്കെയാണ്. അതൊക്കെ ഇവിടെ വന്നിട്ട് നമ്മൾ കണ്ടതാണ് കേട്ടോ. പിന്നെ നമ്മൾ എത്തിയ മറ്റൊരു സ്പോട്ടാണ് ഈ ഒരു പ്രൈവറ്റ് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. ഇതിലേക്കൂടെ ഇറങ്ങി താഴോട്ട് പോകണം കുറച്ച്.
അത് പോകുന്ന വഴിയും ഒരു സൈഡ് താഴ്ചയും ഒരു സൈഡിൽ ചെറിയൊരു വെള്ളം പോകുന്ന ഒരു ഇതുമാണ്. നമ്മൾ അതിൻ്റെ നടുക്കൂടെ വേണം ഈ അങ്ങോട്ടേക്ക് പോകാനായിട്ട്. പക്ഷേ ഒരു ഭംഗിയാണ്. കുറച്ച് വെള്ളമൊക്കെയുള്ള ഒരു വെള്ളച്ചാട്ടം. അവിടെ വന്നിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന വെള്ളച്ചാട്ടങ്ങളിലൊന്നാണ് ഇതെന്ന് വേണം പറയാനായിട്ട്. ഇതിന് പ്രത്യേകിച്ച് പേരോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് പ്രൈവറ്റ് വാട്ടർഫോൾ എന്ന് മാത്രമാണ്. അപ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അതിലറിയില്ല. പക്ഷേ നമുക്ക് ഇവിടെ വന്നിട്ടൊരു വെള്ളച്ചാട്ടം കണ്ടപ്പോൾ ഒരു സന്തോഷമായി. ഇതിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴൊക്കെ നമുക്ക് ആ കൃഷിയിടങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും. ഇത് എപ്പോഴും നമ്മളിങ്ങനെ പോകുന്ന വഴിയിലെല്ലാം ഇതിങ്ങനെ കാണാം. ഇതൊരു റൗണ്ടാണല്ലോ നമ്മൾ ചുറ്റുന്നത്. ഒരു കിടങ്ങിന് ചുറ്റും ഇങ്ങനെ റൗണ്ട് വെക്കുന്നത് പോലെയാണ്. അങ്ങനെ ഇതാണ് ആ വെള്ളച്ചാട്ടം. പിന്നെ വലിയ അപകടം നിറഞ്ഞ വെള്ളച്ചാട്ടമൊന്നും പറയാൻ പറ്റില്ല. അത് ഒഴുകി വന്ന് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇറങ്ങി നിന്ന് കാലൊക്കെ നനച്ച് പോകാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ വലിയ വെള്ളം ഇല്ലാത്തത് കൊണ്ട് ഇത് അപകടമല്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കറിയില്ല. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് പോയി മുകളിലത്തെ വ്യൂ കാണാനായിട്ടുള്ളൊരു വഴി അപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ആരും ആ ഭാഗത്തേക്ക് പോയി കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെപ്പറ്റി അറിയില്ല. വെള്ളം ഇല്ലാത്തത് കൊണ്ടിട്ടാണോ അങ്ങനെ ആരും അത് ആ മുകളിലോട്ട് കയറി പോകണം. ആ വഴിക്ക് അവിടെ ഒരു കുഞ്ഞു കുഞ്ഞു വഴികൾ കാണില്ല, അതുവഴി കയറി പോകണം. പക്ഷേ ഇത് ആരും പോകുന്നോ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളും അതിന് ശ്രമിച്ചില്ല, തിരിച്ചു പോരുവാണ് ചെയ്തത്. അപ്പോൾ ഈ വെള്ളച്ചാട്ടവും ജസ്റ്റ് കുട്ടികൾക്ക് ഇവിടെ ഇറങ്ങി നിന്ന് ആ കാലൊക്കെ ഒന്ന് നനച്ച് ഇതാക്കി പോകാം. ഇപ്പം അപകടവും കാര്യങ്ങളും ഇല്ലാത്തൊരു വെള്ളച്ചാട്ടമായിട്ടാണ് തോന്നുന്നത്. വെള്ളത്തിൻ്റെ അളവ് കൂടുമ്പം ഇവിടുത്തെ ശക്തി എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അങ്ങനെ ആ ഡാമും ഇതൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും പോവുകയാണ്. ഞങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യേണ്ട ടൈമെന്ന് പറയുന്നത് 12 മണിയാണ്. അപ്പോൾ അതിനു മുന്നേ ഞങ്ങൾക്ക് അവിടെ എത്തി ഫ്രഷായിട്ട് വേണം പോകാൻ. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയാണ് എല്ലാവരും കാണാനായിട്ട് ആഗ്രഹിക്കുന്നൊരു ഇത്. നമുക്ക് പോകുമ്പോൾ ഒരു കോട കിട്ടണമെന്നുള്ളത്. ടോപ്പ് സ്റ്റേഷൻ എത്തിയപ്പോഴത്തേക്കും ഞങ്ങളുടെ ആഗ്രഹവും അങ്ങനെ സാധിച്ചു. കാര്യം ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇതൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പം എല്ലാവർക്കും ഉള്ളതാണല്ലോ ഈ ഒരു കോട കാണുമ്പോഴത്തേക്കുള്ളൊരു ഭ്രാന്ത്. അത് ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. എങ്ങോട്ട് ഓടണമെന്നറിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി നടന്ന് ആ കോട അങ്ങ് ആസ്വദിക്കുവാണ്. കാര്യം മൂന്നാറിൽ ചെന്നിട്ട് കോട കിട്ടാതെ ടോപ്പ് സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ഈ കോട കിട്ടിയത്. അപ്പോൾ ഇനി കോട കിട്ടിയില്ല എന്ന് വിഷമിച്ച് മൂന്നാറിൽ നടക്കണവരുണ്ടെങ്കിൽ ടോപ്പ് സ്റ്റേഷനിലോട്ട് പോരുക. ഇതിപ്പോൾ ഒരു വൈകുന്നേരം 4 മണിയോടടുത്താണ് നമുക്ക് ഈ കോട കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ ഇവിടെ എത്തുവാണെങ്കിൽ നിങ്ങൾക്കും കോടയൊക്കെ ആസ്വദിച്ച് പോകാം. ഇനി മൂന്നാർ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും എല്ലാവരുടെയും ഒരു ടൂറിസ്റ്റുകളുടെ ഒരു സ്പോട്ടാണ് ഈ ഒരു ടോപ്പ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എത്തിയാൽ നമുക്ക് മഞ്ഞൊക്കെ ആസ്വദിച്ച് പോകാം. അങ്ങനെ ഞങ്ങളുടെ ഈ യാത്രയിൽ ഞങ്ങൾക്ക് അങ്ങനെ ആഗ്രഹിച്ച ഒരു കിട്ടില്ല എന്ന് വിചാരിച്ചൊരു കാര്യം കൂടെ നമുക്ക് ഈ യാത്രയിൽ തന്ന് അങ്ങനെ നമ്മളും മൂന്നാറിലെത്തുമ്പോഴത്തേക്കും കാണണം, അനുഭവിക്കണം, ഫീൽ ചെയ്യണം എന്നൊക്കെ വിചാരിക്കണം. ഈ ഒരു ആഗ്രഹവും സാധിച്ച് ഇന്നത്തെ ഈ ഒരു യാത്ര നമ്മളുടേത് അവസാനിക്കുകയാണ്. ഇനിയും വട്ടവടയുടെ മറ്റു ഭാഗങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ചിലന്തിയാർ കേവിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും കാണണം. കാര്യം വട്ടവട വരുമ്പോഴത്തേക്കും നമ്മൾ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ പോകേണ്ട ഒരു സ്പോട്ടാണത്. അപ്പം ഇനിയും മൂന്നാറിലെ മറ്റ് വീഡിയോസും വിശേഷങ്ങളുമായിട്ട് വരുന്നത് വരേക്കും ബൈ.